ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 10 ആയ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇപ്പോ നമുക്കെല്ലാവർക്കും അറിയാം എന്നാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അപ്പോ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അതായത് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്, അന്തരീക്ഷത്തിലെ ജലാംശത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. നമ്മുടെ അന്തരീക്ഷത്തെ കുറിച്ചാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞു പരിസ്ഥിതി ദിനം, ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ 5. ഇത് ഓർത്തു വെക്കുക. ഓക്കെ. അടുത്ത് നമുക്കറിയാം ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. അപ്പൊ എന്താണ് അന്തരീക്ഷം? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ എന്തൊക്കെ വാതകങ്ങളാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാവോ? എന്തൊക്കെ വാതകങ്ങളാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളാണ് ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമാണ്. ഓക്കെ. അതായത് പിന്നെ നമുക്കറിയാം സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം സംഭരിക്കുന്നത് എവിടെ നിന്നാണ്? പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ഇതിലൂടെ സസ്യങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മുന്നേയുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന്. ഫോട്ടോസിന്തസിസിനെ കുറിച്ച് അറിയാത്തവരായി ആരുമില്ല. പ്രത്യേകിച്ച് ഈ PSC ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ ടെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഇതെന്താണെന്ന് നല്ലപോലെ അറിയായിരിക്കും, അല്ലേ? അപ്പോ സസ്യങ്ങൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു, ആണല്ലോ. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും അവരുടെ പ്രാണവായുവിന്റെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നതിൽ സസ്യങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്, അല്ലേ? അപ്പോ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങളെ കൂടാതെ ഏതൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊക്കെ വാതകങ്ങളുണ്ട്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഏതാണ്? ഓസോൺ, നിയോൺ, ഹീലിയം, ഇതൊക്കെ ഉണ്ട്, അല്ലേ? അപ്പോ എന്താണ് അന്തരീക്ഷം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അന്തരീക്ഷത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാതകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. സസ്യങ്ങൾ ഉണ്ടെങ്കിലേ മനുഷ്യരുള്ളൂ, അല്ലേ? അപ്പോ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമാണ്. എങ്കിലേ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. അതായത് അന്തരീക്ഷ സംരചന എന്താണ്? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ. അപ്പൊ എന്താണ് അന്തരീക്ഷ സംരചന എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന അന്തരീക്ഷത്തിലെ വാതകങ്ങൾ, അന്തരീക്ഷത്തിലുള്ളത് എന്തോന്നൊക്കെയാണ്? ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്നത് വാതകങ്ങളുണ്ട്, ജലാംശമുണ്ട്, പൊടിപടലങ്ങളുണ്ട്, എന്നിവയൊക്കെ ചേർന്നാണ് നമ്മുടെ അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നത്. ഈ വാതകങ്ങളെ, ജലാംശത്തെ അല്ലെങ്കിൽ പൊടിപടലങ്ങളെയൊക്കെ ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഗ്രാവിറ്റേഷൻ ആണ്. അതായത് ഭൂഗുരുത്വമാണ് അന്തരീക്ഷത്തിലെ വാതകങ്ങളെ അതുപോലെ തന്നെ ജലാംശത്തെയും പൊടിപടലങ്ങളെയൊക്കെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത്. ദാറ്റ് ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ. അന്തരീക്ഷ വാതകങ്ങൾ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതില് കുറേ വാതകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറെ വാതകങ്ങളെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ്, അല്ലെ? നൈട്രജൻ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം. വാതകങ്ങളെ അവയുടെ വ്യാപ്തത്തിന്റെ അളവനുസരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൈട്രജൻ 78.08, ഓക്സിജൻ 20.95, ആർഗൺ 0.93, കാർബൺ ഡൈ ഓക്സൈഡ് 0.037. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ
ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് നൈട്രജൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 78.08, ഓക്സിജൻ 20.95, ആർഗൺ 0.93, കാർബൺ ഡൈ ഓക്സൈഡ് 0.037. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ നല്ല പോലെ ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് എന്തെല്ലാം ആവശ്യമാണ്? നൈട്രജൻ ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്, അതായത് ഫോട്ടോസിന്തസിസിന് സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഏത് വാതകമാണ് സസ്യങ്ങൾ യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അടുത്തത് നമ്മുടെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ശ്വസന പ്രക്രിയയ്ക്കായി മനുഷ്യനും മറ്റു ജന്തുജാലങ്ങളും ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ശ്വസിക്കുന്നത് എന്താണെന്നാണ്? ഓക്സിജൻ ആണ്. സസ്യങ്ങളിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓക്സിജൻ. സസ്യങ്ങൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ നമുക്ക് തിരിച്ചു തരും അല്ലെ? അപ്പോൾ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യ വളർച്ചയ്ക്കായി എന്തുപയോഗിക്കുന്നു? നൈട്രജനും ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് അന്തരീക്ഷത്തിലെ ജലാംശം അല്ലെങ്കിൽ വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് എന്താണ് ജലതന്മാത്രകൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജല തന്മാത്രകൾ എന്ന് പറയുന്നു. നമുക്കറിയാം എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്. നമ്മൾ കുഞ്ഞുനാള് തൊട്ടേ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്? അതായത് ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം എന്ത് ചെയ്യും? നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയും അത് മേഘങ്ങളുടെ രൂപീകരണത്തിന് കാരണമാവുകയും അത് മഴയായി മാറുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് മഴ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത്, അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് എല്ലായിടത്തും ഒരുപോലെയാണോ? ഒരുപോലെ അല്ല. അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവൂ? അതായത് അന്തരീക്ഷത്തിലെ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോ അത് ഓർത്തു വെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? അപ്പൊ എന്താണ്? ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിലെ ജലാംശം എന്ത് ചെയ്യും? കൂടുതലായി കാണപ്പെടും. അതായത് ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായതുകൊണ്ട് അന്തരീക്ഷത്തിൽ ജലാംശത്തിന്റെ അംശം എന്ത് ചെയ്യും? കൂടുതലായി കാണപ്പെടുന്നു. അടുത്തത്, ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയുടെ അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം എന്തായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഉപരിതല ജലസ്രോതസ്സുകളായ നമുക്കറിയാം സമുദ്രമുണ്ട്, നദികളുണ്ട്, മറ്റു ജലാശയങ്ങളുണ്ട്. അവിടെയൊക്കെ എങ്ങനെയായിരിക്കും? അതിന്റെയൊക്കെ അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ ജലാംശം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് എന്തോന്ന് ജലാംശത്തിന്റെ കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പൊടിപടലങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ അന്തരീക്ഷത്തിൽ എന്തുകൊണ്ട്? വലിയൊരു പങ്കാണ് പൊടിപടലങ്ങൾക്ക് അല്ലേ? അപ്പോ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു മരുഭൂമിയൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ഈ കാറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഈ പൊടിപടലങ്ങൾ എങ്ങനെയാണ് വരുന്നത്? കാറ്റിലൂടെയാണ് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, ഇതെല്ലാം എന്ത് ചെയ്യും? ഈ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഖനീകരണ പ്രക്രിയ കൂടുതലായി നടക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ അപ്പൊ അതായത് മേഘരൂപീകരണത്തെ സഹായിക്കുന്ന ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്? ഖനീകരണ മർമ്മം. എന്താണ്? ഖനീകരണ മർമ്മം. അപ്പൊ എന്താണ് കണ്ടൻസേഷൻ? ന്യൂക്ലിയ എന്ന് പറഞ്ഞ എന്താണ്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഇവയെ ഖനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് പറയുന്നു.
ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ മേഘരൂപീകരണത്തിന് സഹായിക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അടുത്തത്, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾക്കുള്ള പ്രാധാന്യം എന്ത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾക്ക് എന്താണ് പ്രാധാന്യം? അതായത് ഭൗമോപരിതലത്തിൽ 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. ഓക്കെ, എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ, ഏകദേശം എത്രയാണ്? 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് എപ്പോഴും എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. അത് ഓർത്തു വെക്കുക. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. അതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പർവ്വതത്തിലൊക്കെ പോകുന്ന ആള്, പർവ്വത ആരോഹകരെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവരെ ബാക്കിൽ എന്തോ ഒരു ഓക്സിജൻ സിലിണ്ടർ കാണും, ഇല്ലേ? അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് അവരതൊക്കെ കരുതുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മുകളിലോട്ട് ചെല്ലും തോറും നമുക്ക് എന്ത് കിട്ടില്ല? ശ്വാസം കിട്ടത്തില്ല. അപ്പൊ അടുത്തെന്താണ്? ഹരിതഗ്രഹ ത്തെ കുറിച്ചാണ്. അതായത് ഹരിത ഗൃഹമാകുന്ന അന്തരീക്ഷം എന്നാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് നോക്കിയാൽ അറിയാം, ചില സ്ഥലങ്ങളിലേക്ക്, അതായത് ശൈത്യം കൂടുതലുള്ള രാജ്യങ്ങളിലേക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അവർ സ്ഫടികം കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. അതായത് സ്ഫടിക തലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൗരോർജത്തെ ഉള്ളിലോട്ട് കടത്തിവിടാനും ആ ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്താനുമുള്ള കഴിവുണ്ട്. ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ താപം കുറയാതെ നിലനിർത്താനാകുന്നു. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? സ്ഫടികം ഉപയോഗിക്കുന്നത്. സ്ഫടികത്തിന്റെ ഈ ഗുണവിശേഷത്തെ എന്ത് ചെയ്യുന്നു? ഈ ചിത്രത്തിലേക്ക് അത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സ്ഫടികം എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അപ്പോൾ താപം ഉള്ളിലേക്ക് കടത്തി വിടണമെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു സ്ഫടിക കഷ്ണങ്ങൾ കൊണ്ടുള്ള ഇത് ചെയ്യുകയാണെങ്കിൽ, ഒരു കവർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ താപം ഉള്ളിലേക്ക് നിൽക്കുകയും ഭൗമവികിരണങ്ങളെ തടയാനുള്ള കഴിവുള്ളത് കൊണ്ട് ഈ ചെടികളൊക്കെ നല്ലപോലെ വളരുകയും ചെയ്യും. അപ്പോൾ വളർച്ചയ്ക്ക് ആവശ്യമായ താപം ഉള്ളിൽ നിലനിർത്താൻ ഇത്തരം നിർമ്മിതികൾ കൊണ്ട് കഴിയുന്നു. അതിനാൽ ഇവയെ ഹരിതഗൃഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? അതായത് നമ്മുടെ ഈ സ്ഫടിക കഷ്ണങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? താപം ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ചെടികൾക്ക് വളരാനുള്ള താപം ഉള്ളിൽ നിലനിർത്തുകയും അതുപോലെ തന്നെ ഭൗമ വികിരണങ്ങളെ എന്ത് ചെയ്യില്ല? ഇത് കടത്തിവിടുകയില്ല. അപ്പോൾ അത് തടയുകയും ചെയ്യുന്നു. അതിനെയാണ് അറിയപ്പെടുന്നത് എന്താണ്? ഹരിത ഗൃഹങ്ങൾ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസസ് എന്ന് അറിയപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്കും എന്തിനുള്ള കഴിവുണ്ട്? സൗരതാപനത്തെ കടത്തിവിടാനും അതുപോലെ തന്നെ നമ്മുടെ ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്യാനുമുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഹരിതഗൃഹ പ്രഭാവം. ഇതാണ് ഹരിതഗ്രഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനിലയെ കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് കാരണമാകുന്ന വാതകങ്ങളെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിതഗൃഹ വാതകങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഹരിതഗ്രഹങ്ങൾ? എന്താണ് ഹരിതഗൃഹ പ്രഭാവം? എന്താണ് ഹരിതഗൃഹ വാതകങ്ങൾ? ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാവുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മേഘാവൃതമായ ദിവസങ്ങളിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ വളരെയധികം ചൂട് കൂടുതലായിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം. അതായത് അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ പ്രവാഹം ജീവന്റെ നിലനിൽപ്പിന് വളരെയധികം ആവശ്യമാണ്, അല്ലെ? അപ്പോൾ ഹരിതഗൃഹ വാതകങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവാണ് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണം.
അതായത് മനുഷ്യന്റെ ചില ഇടപെടലുകളിലൂടെയാണ് ഹരിതഗൃഹ വാതകങ്ങൾ